ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 1 അപ്പം എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമ്മൾ ക്രിസ്മസ് പ്രിപ്പറേഷൻ വീട്ടിൽ തുടങ്ങി. ഇന്ന് ഞങ്ങൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ഇന്നൊരു സൺഡേയും കൂടെ, അപ്പോൾ ജോസും ഉണ്ട്, എനിക്ക് ഹെൽപ്പും ഉണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ ഇച്ചിരി മടിയാണ്. ജോസ് ഇപ്പോൾ താഴെ പോയിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീയും അതിൻ്റെ ഓർണമെൻറ്റ്സും പിന്നെ ലൈറ്റ്സും അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം ബോക്സിലാക്കിയിട്ട് താഴത്തെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് ജോസ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഈ കാണുന്ന കോർണറിനാണ് കഴിഞ്ഞ വർഷം വെച്ചത്. ഈ വർഷം ഞങ്ങൾ ഓർക്കുന്നത് ഇവിടെ തന്നെ വെക്കാം. അങ്ങനെ ഈ ഏരിയയിലേക്ക് പെർഫെക്റ്റാണ്. പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും ഈ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റും. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും ആ ഒരു കോർണറിലിരിക്കുമ്പോൾ നല്ലൊരു എസ്തെറ്റിക്കലി കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു കോർണർ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ തന്നെ വെക്കാം. സോ സിൻസ് ഞാൻ എല്ലാം സംഭവം ഞങ്ങളുടെ വീട്ടിലെയും ഞാൻ എൻ്റെ സാധനം എല്ലാം മിനിമലൈസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ക്രിസ്മസ് ട്രീയുടെ എനിക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ കുറേ ഓർണമെൻറ്റ്സ് ഒന്നും ഈ വർഷം ഷോപ്പ് ചെയ്യാൻ പോയില്ല. കഴിഞ്ഞ വർഷത്തെ ഓർണമെൻറ്റ്സ് തന്നെ എടുത്തിട്ട് ഈ വർഷം ഞാൻ 5-6 സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചതേ ഉള്ളൂ. അത് വാങ്ങിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പഴയതിരിക്കുന്നതിൻ്റെ കൂടുതൽ മാച്ചായി പോകുന്ന രീതിയിലത്തെ ഒരു 5-6 ഓർണമെൻറ്റ്സ് മാത്രം വാങ്ങിച്ചുള്ളൂ. ബാക്കി ഞാൻ എല്ലാം പഴയ ഓർണമെൻറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്ന ഓർണമെൻറ്റ്സാണ്. ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ട്രീയുടെ എല്ലാ ഓർണമെൻറ്റ്സ് ഊരിയപ്പോഴത്തേക്കും ഞാൻ കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് ബോക്സ് ചെയ്ത് ടേപ്പ് ചെയ്ത് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ വർഷം അതെനിക്ക് തിരിച്ചെടുക്കാനായിട്ട് വേണ്ടി ഒരു പരേശാനിയും ആയില്ലായിരുന്നു. എല്ലാം എനിക്ക് സുഖമായിട്ട് എല്ലാം ക്ലീനായിട്ട്, ഒരെണ്ണം പോലും ഇങ്ങനെ ഒടിഞ്ഞോ കുരുകി കിടക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ലൈറ്റ്സും എല്ലാം കറക്റ്റായിട്ട് ചുറ്റി തന്നെ ഒക്കെ വെച്ചിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുന്ന എത്രയോ നല്ലതാണ്. നമ്മൾ വലിച്ചു വാരി ഒരു കൂടിനകത്താക്കി എവിടെയെങ്കിലും വെക്കുന്നതിലും ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ സാധനമൊക്കെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതേപോലെ എളുപ്പമായിട്ട് പരിപാടികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജോസ് വന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടി. മടിയായിരുന്നു ആശാന്, പക്ഷേ ഈ ട്രീ ഇച്ചിരി കനമുള്ളതാണ്. അപ്പോൾ എനിക്ക് കനമുള്ളൊന്നും പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ജോസ് വന്ന് എനിക്കതൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു. ലൈറ്റ്സ് ചെക്ക് ചെയ്തു, ലൈറ്റ്സും എല്ലാം വർക്കിംഗ്. അപ്പം നമുക്ക് വേറെ ലൈറ്റൊന്നും വാങ്ങിക്കേണ്ട ആവശ്യവും വന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ 3 പീസായിട്ടായിരുന്നു ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് മാർക്കറ്റ് പ്ലാസിന് വെച്ചുകൊണ്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടുന്ന് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഓർണമെൻറ്റ്സും ഞങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഭയങ്കര വെച്ചിരിക്കുന്ന രീതിയിലത്തെ ഇച്ചിരി ആൻറ്റീക്ക് ഫീൽ അത് കാണുമ്പോഴത്തേക്കും, ഒരു പ്രത്യേകതരം ഹാങ്കിങ്സ് അതെല്ലാം. അപ്പം ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. ഈ ബോക്സിനകത്തെല്ലാം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇതുണ്ടോ, ഇതൊരു അമ്മുമ്മയാണ്. ഇങ്ങനെ ചൂലും കൊണ്ടുള്ള ചകിരി മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം. പക്ഷെ ഇത് എത്ര ക്യൂട്ടാണ്. ഇതെല്ലാം ട്രീ ഹാങ്കിങ്. പിന്നെ ഇത് സാന്താ സ്ലൈഡ്, പിന്നെ റെയിൻഡിയർ. ഇത് ക്യൂട്ടാണ്. ഇതല്ലോ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതെല്ലാം കൈ കൊണ്ടുണ്ടാക്കുന്ന ഹാങ്കിങ്സ്. അപ്പം എന്തിനാണോ അവരിത് വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിത് കുറേ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ട്. ഇത് ഭയങ്കര ഹെവിയാണ്. ഇതുണ്ടോ, ഞാൻ ഇങ്ങനത്തെ ക്രിസ്മസ് സാന്താക്ലോസിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ചാക്കിൻ്റെ ബ്രൗൺ കളർ ഉടുപ്പിട്ട്. പൊതുവേ നമ്മൾ കാണുന്ന സാന്താക്ലോസ് റെഡ് കളർ ഉടുപ്പിട്ടല്ലേ. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. പിന്നെ ഇത് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചാൽ. അപ്പോൾ ഇത് ഇങ്ങനത്തെ മറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ വർഷം ഇങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ മാച്ചായി പോകും. മനസ്സിലായോ? എനിക്ക് കുറേ ഇഷ്ടമുള്ളൊരു സംഭവം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്കിടെ ഇങ്ങനെ ദൂരെ പോയി മാറി നിന്ന് നോക്കും. എവിടെയെങ്കിലും സ്പേസ് ಖಾಲಿ ഉണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യാനും, പിന്നെ ഇങ്ങനെ പ്രൊപ്പോർഷൻ ഒരേപോലെ ആയിരിക്കണം. ഒരിടത്ത് തന്നെ കുറേ വലിയ സംഭവം, ഒരിടത്ത് തന്നെ കുറേ ചെറിയ സംഭവം, അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ഇങ്ങനെ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പം ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് എൻ്റെ ക്രിസ്മസ് ട്രീ എല്ലാ വർഷവും ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഒരു ഭയങ്കര
എന്താ പറയുന്നത്, ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ എപ്പോഴും ഈ വാക്ക് തന്നെ പറയുന്നത്, ഒരു പ്രത്യേക സന്തോഷം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് മലയാളത്തിൽ അത് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പക്ഷേ ഐ ജസ്റ്റ് ലവ് ക്രിസ്മസ് ടൈം മാൻ. സോ എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ തിക്കി നിറയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുക, ദൂരെ മാറി നിന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എവിടെയൊക്കെയാണ് സ്ഥലം കാലിയായിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. ഇതിപ്പം എൻ്റെ ഈ കുട്ടി സംഭവമില്ലേ, എന്നിട്ട് ഈ ജനൽ പോലെയില്ല, അപ്പോൾ ഞാൻ ആ മാല ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് അതിൻ്റെ അകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ജനലിൽ കൂടെ ലൈറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതങ്ങനെ ഇതൊന്ന് പക്ഷെ നേരെ ആക്കണം, എന്തിനാ മറിഞ്ഞു വരും. ഇങ്ങനെ പിന്നെ ഇത് കണ്ടോ, ഇതും ഒരു ഹാങ്ങിങ്. ഇത് നമ്മുടെ ഏലക്കയില്ലേ, ഏലക്കാണോ ഇത്? അത് ഇതിനെന്നെ പറയുന്നത് ഗ്രാമ്പൂ, ക്ലോവ്സ്. അതിൻ്റെ ഇങ്ങനെ അടുക്കി വെച്ച് തുന്നി എടുത്തിട്ട് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് പോലെ ആക്കി വെച്ചിരിക്കുക. ഭംഗിയല്ലേ ഇതൊക്കെ? എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. ഇതും ഭയങ്കര ക്യൂട്ട്, ഇങ്ങനെ ചെക്സ് വരുന്നത്. പിന്നെ ഇത് സാന്ത സ്ലൈഡ്, സാന്തയുടെ ഗ്ലവ്സ്, നമ്മുടെ ഇവിടുത്തെ സാന്ത ക്ലോസ്. പിന്നെ എന്നാ ഈ അമ്മൂമ്മ വിറ്റുണ്ടല്ലോ, ഒരു വിറ്റിൻ്റെ ലുക്കുണ്ട്, പക്ഷേ ഭയങ്കര ക്യൂട്ടത് അമ്മൂമ്മ. പിന്നെ എൻ്റെ ബോ. പിന്നെ ഇതുണ്ടോ, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, എൽഫ് പോലെ ഇരിക്കുന്നു. തണുപ്പത്തുള്ള എൽഫാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനെല്ലാം ചെയ്തു, പക്ഷേ ഞാൻ ക്രിസ്മസ് ട്രീയുടെ സ്കേർട്ട് ആക്കിയില്ലായിരുന്നു. സ്കേർട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റാൻഡ് കവർ ചെയ്യുന്ന ഒരു തുണി. ഇത് ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ പുതയ്ക്കാനൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് ചുമ്മാ ഞങ്ങൾ സോഫയിൽ വിരിച്ചിടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഇതിൻ്റെ അടി പോകുമ്പോൾ നല്ല രസമായിരിക്കും. ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് ആണല്ലോ മൊത്തം ട്രീയിൽ. അപ്പോൾ ഇത് വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കും. എൻ്റെ ക്രിസ്മസ് ട്രീ സ്കേർട്ട് ഇസ് ഓൾസോ റെഡി. എങ്ങനെയാണ് കണ്ട? പൊതുവേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ വെൽവെറ്റിൻ്റെ റെഡ് കളറിൻ്റെ തുണി ഉണ്ടെങ്കിൽ അതും ഞാൻ കുറേ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രീയിലുള്ള ഓർണമെൻറ്റിന് മാച്ച് ആവുന്ന രീതിയിലത്തെ സ്കേർട്ട് വെക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു ബാലൻസ്ഡ് ലുക്ക് വരും മൊത്തം. അപ്പം എൻ്റെ ട്രീയിൽ ബ്രൗൺ എലിമെൻറ്റ്സ് ഉള്ളതുകൊണ്ട്, പിന്നെ ഇങ്ങനെ എന്താ പറയുക, ചാക്കിൻ്റെ മെറ്റീരിയൽ, അങ്ങനത്തെ ഒക്കെ തടിയുടെ മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ താഴത്തെ ഈ സംഭവം മാച്ചായിപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് വല്ല ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും രസമാണ്. മനസ്സിലായോ? So my Christmas tree is ready. I'm so excited for Christmas. ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വ്ളോഗ്. ഇതിൻ്റെ വൈറ്റ് ആകുമ്പോഴത്തേക്കിന് ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ ഈ ചെറിയ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.